ഇവിടെ റെന്റൊക്കെ കൊടുക്കാറുണ്ട്. അല്ല, എത്രയായിരുന്നു? എടി നമ്മുടെ റെന്റൊക്കെ എത്രയായിരുന്നു? റെന്റ് നീ അല്ലേ എല്ലാ മാസവും കൃത്യം 5 കൊടുക്കാറ്? ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്, ഓരോരോ മറവികളാ. നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഇതിപ്പോ കിട്ടും. വർക്ക് ഏരിയയിൽ എവിടെയാണ് വെച്ചിരുന്നത്? അല്ലേ, കുഴപ്പമില്ല, ഞാൻ വേറെ സെറ്റ് ചെയ്തോളാം. അത് വേണ്ട, ഇവിടുത്തെ പെട്രോൾ ഉണ്ടായാൽ മതി. ഓക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ കൂടെ സഹായിച്ചാൽ ചിലപ്പോൾ വേഗം കണ്ടുപിടിക്കാൻ സാധിച്ചേക്കുവാന്ന്. ഇപ്പൊ വരാവേ. എടി ആരാണത്? നല്ല കുട്ടിയല്ലേ? അപ്പൊ നിനക്കൊന്നും തോന്നിയില്ല? എനിക്കും തോന്നാൻ. എന്നെ അവിടെ അങ്ങനെ സ്റ്റാച്ചു പോലെ നിർത്തിയിട്ട് നീ ഇവിടെ തപ്പണത്? ഇവിടെ എവിടെ പെട്രോൾ? ആർക്കാ കാറ്? ശരിയാ, ഇവിടെ ഇല്ല. ബെഡ്റൂമിലുണ്ടാവും, കട്ടിലടിയിൽ. നീ പോയി സംസാരിച്ചിരിക്കേ, ഞാനീ പോരാ. മറിക്ക്. എന്താ നിന്റെ പ്രശ്നം? എന്ത്? എടാ എന്തൊക്കും ആ കൊച്ചു നല്ല കൊച്ചാന്ന് തോന്നി. അടുത്ത് വളർത്താത്ത എന്ത്? ഞാനൊക്കെ ഇനി എത്ര ദിവസം കാണും? മരുന്നാണതേ ഡോക്ടർ പറഞ്ഞ 7 ദിവസം. നിനക്ക് വല്ല ചിന്തയുണ്ടോ? എടി ഇതൊക്കെ അവര് വെറുതെ പറയണതല്ലേ, നിനക്കിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലടാ, എനിക്ക് തോന്നുന്നുണ്ട് ടൈമായിന്ന്. അതുകൊണ്ട് നീ പോയിട്ട് കൊച്ചിനൊന്നും നോക്കിയേ. എടാ നീ പയ്യനാണ്, എന്റെ ഇത്രയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. 2 മിനിറ്റ് മിണ്ടിട്ട് നിനക്ക് അത്രേ തോന്നിയുള്ളൂ? ഇല്ലടാ, മലബാറുകാരിയാണ്. ചിലപ്പോ നല്ല ദം ബിരിയാണിയൊക്കെ വെച്ചുതരും. എന്റെ വീട് നിലമ്പൂരില്ല, എന്നിട്ട് അനക്ക് ബിരിയാണി വെക്കാറിയോ? എടാ അത് നീ എന്നെ സ്പോയിൽ ചെയ്തിട്ടല്ലേ. ഞാൻ നല്ല ബിരിയാണി ഉണ്ടാക്കാൻ മൂടായിട്ട് വരുമ്പോഴേക്കും നീ മന്തി ഓർഡർ ചെയ്യും. പോണേന് മുമ്പ് ഞാൻ നിനക്ക് നല്ല നിലമ്പൂർ ഒത്തന്റിക് ബിരിയാണി ഉണ്ടാക്കി തരും. എന്റെ തമ്പൊന്ന് അടങ്ങിയേ നീ. ദയവ് ചെയ്ത് ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളെയും കൂട്ടി വരില്ലേ വീട്ടിലേക്ക്. നീ ഇങ്ങനെ എപ്പോഴും ഒരു പ്രോഗ്രസീവ് വൈഫ് ആവണമെന്നില്ല, ഇടയ്ക്കൊക്കെ ടോക്സിക് ആവാം. ഒന്നും ഉണ്ടാവില്ല. തമ്പു അല്ല, ആ കുട്ടീനെ പറഞ്ഞു വിടണ്ടല്ലേ, മോശല്ലേ?